ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുറച്ച് കുപ്പിയിലാക്കി കുറച്ച് ചെടികൾ നട്ടു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിളിർത്ത് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ പലർക്കും ഉള്ള ഡൗട്ടാണ് മെലസ്റ്റോമ എങ്ങനെയാണ് പലർക്കും കിട്ടാത്തൊരു, അതായത് പലരും ചെയ്തിട്ട് ഫെയിലായിട്ടുള്ള സാധനമാണ് മെലസ്റ്റോമ എന്ന് പറഞ്ഞാൽ. അതും നമ്മൾ കാണിക്കുന്നുണ്ട്. കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് ഇത് ഞാൻ ഒരു മാസം മുന്നേയോളം കട്ടിങ്സൊക്കെ എടുത്ത് വെച്ചൊരു വീഡിയോ ആട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ കൂട്ടത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെലസ്റ്റോമയുടെ ചെറിയ അതായത് കുഞ്ഞു കമ്പില്ലേ, കുഞ്ഞു കമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ തളിർപ്പ് വരുന്ന ആ ഒരു തണ്ട് മൊട്ടില്ലാത്ത എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചെറിയ തളിർപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന 2-3 ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട്, ഞാനിപ്പോൾ കുപ്പിയിലാണ് വെക്കുന്നത്. നേരത്തെ ഞാൻ കുപ്പിയിലിടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും ഞാൻ അതിനകത്ത് ഇട്ടിട്ടില്ല. വെറും മണ്ണ് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു സാധനം ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ കുപ്പി 2ആയിട്ട് കീറി അതിന് ഓൾറെഡി അതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് ഇത് നടുന്നത്. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണം കേട്ടോ. അപ്പോൾ അത് നല്ല ഡ്രൈ ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനൊരു നന്ദ്യാർവട്ടം എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിവിടെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഒരു നന്ദ്യാർവട്ടത്തിൻ്റെ ഒരു കമ്പും പിന്നെ മെലസ്റ്റോമയുടെ ഒരു കമ്പും, നമ്മളിവിടെ കദളിച്ചെടി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പറയുന്നവരെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അത് ചുമ്മാ ഇങ്ങനെ കുത്തി വെക്കത്തേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതവിടെ ഇരുന്ന് തന്നെത്താനെ വേര് വന്നോളും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയെല്ലാം പഴുത്ത് പൊഴിഞ്ഞു പോവും. എന്നിട്ട് ഫുള്ള് കമ്പായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് തന്നെത്താനെ വേര് വരുന്നതായിട്ട് നമുക്ക് തന്നെ തളർത്ത് വരുമ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ചെടിക്കെല്ലാം ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഉണ്ടോ, അതാ കുത്തി വെച്ചാൽ അതിനകത്ത് കുറേ പൂവൊക്കെ ഉണ്ടായി കേട്ടോ. ഈ ചെടിയിലേക്ക് നന്നായിട്ട് പൂവൊക്കെ വന്നായിരുന്നു. ഇതിലൊക്കെ നന്നായിട്ട് വേരും വന്നിട്ടുണ്ട്. മുല്ലയൊക്കെ നന്നായിട്ട് പൂക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. നിറച്ച് മുട്ടുകളൊക്കെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൊച്ചിലേക്കാണെങ്കിലും ഒരുപാട് മുല്ലപ്പൂ ചൂടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് നമ്മുടെ ബഡ് റോസയാണേ. ബഡ് റോസയുടെ കമ്പ് മുളയ്ക്കത്തില്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ഭയങ്കര നീളമായതുകൊണ്ട് അത് ചെറുതാക്കാൻ വേണ്ടി മുറിച്ചാണ്. അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ച് വെച്ച് നോക്കിയതാണ്. പക്ഷേ അത് നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട്. കിളിർപ്പൊക്കെ വന്നു, നല്ലപോലെ വേര് വരട്ടെ, അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പം ഞാൻ 2 എണ്ണം കൂടെ ഒന്നിച്ചാണ് വെക്കുന്നത്. ഞാൻ കുറച്ച് അധികം അതാകുമ്പം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നോളൂന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇതിനകത്തൊരു 4 തൈ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. 4 തൈയും കൂടെ ഞാൻ ഒന്നിച്ച് വെക്കുക കേട്ടോ. ഇതിനകത്തിപ്പം ചകിരിച്ചോറും മണ്ണും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും ഇട്ടുന്നില്ല. ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ കദളിച്ചെടി ആയി വായി വരുന്നത്. കാര്യം നമ്മളിവിടെ മെലസ്റ്റോമ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറയാറില്ലല്ലോ. മെലസ്റ്റോമ ആട്ടോ ഇത്. നമ്മളിപ്പോൾ എന്ത് ചെടി നട്ടാലും വാട്ടറിങ് മസ്റ്റാണ്. നമ്മൾ വെള്ളം ഒഴിക്കണം, മസ്റ്റായിട്ട് വെള്ളം ഒഴിക്കണം. ഇത് ജമന്തിയാണ് കേട്ടോ.
ഞാൻ വെള്ള ജമന്തിയിൽ നിന്ന് കമ്പെടുത്ത് വെച്ച് കിളിർപ്പിച്ചൊരു ജമന്തിയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വേറെ ഒരു തവണയും കൂടെ കിളിപ്പിച്ചായിരുന്നു. വെള്ളയിൽ നിന്നാണ് ഞാൻ കിളിർപ്പിച്ചത്. പക്ഷേ എനിക്കതിനകത്ത് കിട്ടിയ കളറ് മജന്തയല്ല, റോസും അല്ലാത്തൊരു കളറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിനകത്ത് മഞ്ഞയും കിട്ടി. അതിൻ്റെ ഗുട്ടൻസ് എന്നാന്ന് എനിക്ക് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് പൂവ് ഇട്ടാൽ മാത്രമേ ഇതിൻ്റെ കളർ എന്തുവാന്ന് പറയാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ വെള്ള ജമന്തിയും തന്നെയാണ് ഇപ്പം ഇത് കമ്പ് മുളപ്പിച്ച് ഇതിങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന് പൂവുണ്ടായാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നന്ദ്യാർവട്ടം കേട്ടോ. നല്ലപോലെ വേര് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ചേറെ പൂവൊക്കെ ഇട്ട് കേട്ടോ. ഈ ചെറിയ തൈയാണെങ്കിലും അതിനകത്ത് ഇപ്പോഴും നോക്കിയാൽ കാണാം 2-3 മൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അതും പൂവൊക്കെ ഇടും. നന്നായിട്ട് പൂവൊക്കെ ഇട്ടു. പിന്നെ ഇന്നാട്ടെ നാളെ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ചകിരിച്ചോറ് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. ചെറിയൊരു ബണ്ടിലായിട്ട് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ചകിരിച്ചോറ് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഒരു 4.5 കിലോയ്ക്ക് 160 രൂപയായിരുന്നേ. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് ചെടികൾ നമുക്ക് നടാൻ വേണ്ടി പറ്റും. ചകിരിച്ചോറ് നടുന്നതുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കൊക്കെ നല്ല ഹെൽത്തി ആവും. പിന്നെ എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ്സും ആയിരിക്കും. അതും അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.